Om Namah Shivaya. I extend my warmest welcome to each and everyone present here on this very auspicious day of Navratri celebration, Day 5, conducted by Ayuth Amritapudi. Let's start this event by offering our prayers to the God Almighty. I call upon Harinandana from Extra Intermediate English to invoke the blessings. Monsieur. ध्यायामोधवळाव कुण्ठनवती तेजोमयीं नैष्टिकीं स्निग्धापाङ्गविलोकिनीं भगवती मन्दस्मितश्रीमुखे वात्सल्यामृतवर्षिणीं सुमधुरं सङ्कीर्तनालापिनीं श्यामाङ्गीं मधुसिक्तसूक्तिम् अमृतानन्दात्मिकाम् ईश्वरी ॐ अमृतेश्वर्यै नमः ॐ अमृतेश्वर्यै नमः ॐ अमृतेश्वर्यै नमः. Thank you, Harinandana. Navratri not only symbolizes the victory of good over evil, but also celebrates the spirit of Indian culture and its togetherness. Durga, the bewitching, radiant, ten-armed goddess, the benevolent mother of beings and the ravaging destroyer of evil, the one who with her arrival heralds peace and happiness into the realm of mortals. Durga, who is worshipped as a goddess, revered as a mother, and feared as the embodiment of anger. And today, we can hear the significance of Ma Skandamata, the manifestation of power, salvation, and prosperity. Without much delay, I invite the speaker of today's satsang, Srimati Ashwati Harikrishnan. Ashwati ma'am is currently a PhD research scholar in Department of Electrical and Electronics Engineering, Amritapuri campus. Before starting her PhD venture, she worked with Amachi Labs as control systems engineer. She has a strong passion for Indic studies and tries to contribute in every way she could. She stays with family at Amritapuri Ashram and has been here since 2016. She is an active member of our Ayu chapter in Amritapuri. Ma'am, please. കേൾക്കാമോ? Yes, ma'am. ഓം അമൃതേശ്വരേ നമഃ. അമ്മയുടെ മക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും, വർഷത്തിലെ എല്ലാ ദിവസവും നമുക്ക് നവരാത്രി തന്നെയാണ്. എല്ലാ ദിവസവും എല്ലാ നേരവും അമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു തന്നെ നിൽക്കുന്നു. എന്നിരുന്നാലും നവരാത്രിയുടെ സമയത്ത് ലോകമാതാവായ വിശ്വമാതാവായ സാക്ഷാൽ ആദിപരാശക്തിയായ അമ്മയുടെ വിവിധ ഭാവങ്ങളായ ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും നമ്മുടെ ദേവിയെ ആരാധിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് തന്നെ കാരണമായ അമ്മയുടെ ദിവ്യമായ അനന്തഭാവങ്ങൾ ഈ 9 ദിവസം നമ്മൾ ആഘോഷിക്കുന്നു. ഇന്ന് നവരാത്രിയുടെ 6ാം ദിവസം. ദേവി കാർത്യായനിയാണ് നമ്മൾ ഇന്ന് പൂജിക്കുന്നത്. മഹിഷാസുര സംഹാരിണിയായ കാർത്യായനി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഒരു കഥ വെച്ച് നമുക്ക് ആദ്യം തുടങ്ങാം. ഹിമഗിരി നന്ദിനിയായ പാർവതി ദേവിയും ഭഗവാൻ ശിവനും കൈലാസത്തിന്റെ ആരാമങ്ങളിൽ വിശ്രമിക്കുന്ന ഒരു ദിവസം ദേവി വളരെ കളിയായി തന്റെ തൃക്കരം കൊണ്ട് ഭഗവാന്റെ കണ്ണുകൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ദേവി ഇപ്രകാരം ചെയ്തപ്പോൾ ഈ 7 ലോകങ്ങളും തമസ്സുകൊണ്ട് ശൂന്യമായി ഭവിച്ചു.
അത്യധികം ആശ്ചര്യത്തോടെ ഭഗവാൻ ദേവിയോട് ചോദിക്കുകയാണ്, അല്ലയോ ദേവി, ദേവി എന്തിനാണ് ഇപ്രകാരം ചെയ്തത്? ദേവി ഇപ്രകാരം ചെയ്തതുകൊണ്ട് ധർമ്മലോപം സംഭവിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് കേട്ട് വിഷമിച്ച് ദേവി ഭഗവാനോട് ചോദിക്കുകയാണ്, ഞാൻ അറിയാതെ ചെയ്തു പോയ ഈ തെറ്റിന്, അല്ലെങ്കിൽ ഞാൻ കളിയായി ചെയ്തു പോയ ഇതിന് ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? മുക്കണ്ണനായ ഭഗവാൻ ശിവൻ പറയുവാണ്, ഞാൻ തന്നെയാണ് നീയും, ഞാൻ തന്നെയാണ് നീയായി ഇരിക്കുന്നതും. അതുകൊണ്ട് ദേവിയോട് ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് പറയേണ്ടത് ദേവിക്ക് അറിയാലോ. എന്നിരുന്നാൽ പോലും സിദ്ധാന്ത പ്രകാരം ധർമ്മലോപം സംഭവിച്ചത് കൊണ്ട് ദേവി ഭൂമിയിൽ ചെന്ന് തപസ് ചെയ്യണം എന്ന് ഭഗവാൻ അരുൾ ചെയ്തു. ഭഗവാന്റെ അരുൾപ്പാട് കേട്ട് ദേവി ഭൂമിയിൽ വന്ന് തപസ് ചെയ്യാൻ ആരംഭിച്ചു. പവിത്ര പാവനമായ കമ്പാ നദിയുടെ തീരത്ത് കാഞ്ചീപുരത്താണ് ദേവി തപസ്സിനായി തെരഞ്ഞെടുത്തത്. ദേവി അവിടെ ഒരു മാവിൻ ചുവട്ടിൽ മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കുകയും അവിടെ ഇരുന്ന് ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദേവി തപസ് ചെയ്യാൻ വന്ന ആ കാഞ്ചീപുരത്തെ ദേവിയെ നമ്മൾ ആദി കാമാക്ഷി ദേവി എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്, പ്രസിദ്ധമാണ്. പിന്നീട് ദേവിയുടെ തപസ്സിൽ പ്രീതനായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അവിടെ വെച്ച് പാർവതീദേവിയെ, ഗൗരീദേവിയെ വിവാഹം കഴിക്കുകയും അങ്ങനെ പിന്നീട് ദേവി കല്യാണ കാമാക്ഷി എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെടുന്നത്. ആദി കാമാക്ഷിയിൽ നിന്ന് ഭഗവാൻ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ വിവാഹം കഴിക്കുകയും ദേവി കല്യാണ കാമാക്ഷി എന്ന പേരിൽ അറിയപ്പെടുകയും ആ മാവിന്റെ ചുവട്ടിൽ നിന്ന് ഇരുന്നാണ് ഭഗവാനെ പൂജിച്ചത്. അപ്പോൾ ഭഗവാൻ, അതായത് പരമശിവൻ അവിടുന്ന് ഏകാംബരേശൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ദേവി ചെയ്ത ആ ധർമ്മവികല്പത്തിന് പരിഹാരമായി ദേവി അവിടെ കുടികൊള്ളുന്നു. അതാണ് കാഞ്ചീപുരത്തെ കാമാക്ഷി ക്ഷേത്രം, അല്ലെങ്കിൽ കാമാക്ഷി ദേവിയായി ദേവി അവിടെ വസിക്കുന്നു എന്നതാണ് കഥ. ഇങ്ങനെയുള്ള കാമാക്ഷി ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം സിദ്ധിച്ച ഒരു പരമഭക്തനായിരുന്നു മൂകനായ ശങ്കരൻ. അദ്ദേഹത്തിന് സംസാരശേഷി ഉണ്ടായിരുന്നില്ല, എന്നാൽ അദ്ദേഹം ദേവിയുടെ പരമഭക്തനായിരുന്നു. എന്നും തിരുനടയിൽ ചെന്ന് അദ്ദേഹം ദേവിക്ക് അർച്ചന ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ മുടങ്ങാതെ ചെയ്തു വന്നു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രീതയായി ദേവി ഒരു ദിവസം ഒരു സാധാരണ സ്ത്രീയുടെ വേഷത്തിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയും, അതായത് താമ്പൂലം ചവച്ചുകൊണ്ടാണ് ദേവി അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. നടയിൽ ധ്യാനിച്ചിരിക്കുന്ന മൂകശങ്കരനെ കണ്ട് ദേവി തന്റെ വായിൽ നിന്ന് ഒരു കഷ്ണം താമ്പൂലം എടുത്ത് ശങ്കരന് കൊടുക്കുകയും ദേവി ഇപ്രകാരം ചെയ്തപ്പോൾ ശങ്കരന് സംസാരശേഷി തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നതാണ് വിശ്വാസം. അങ്ങനെ ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച മൂകനായ ശങ്കരൻ ദേവിയെ കീർത്തിച്ചുകൊണ്ട് എഴുതിയ കാവ്യമാണ് മൂക പഞ്ചശതി. മൂകനായ ശങ്കരൻ 500 ശ്ലോകങ്ങൾ വീതമുള്ള 5 അധ്യായങ്ങളുള്ള ഈ കാവ്യത്തെ മൂക പഞ്ചശതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദേവിയുടെ ഇപ്രകാരം ശങ്കരൻ ദേവിയെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ദേവി അത്യധികം സന്തോഷമായി ശങ്കരനോട് ചോദിക്കുകയാണ്, എന്ത് വരമാണ് ഞാൻ നിനക്ക് തരേണ്ടത്? ഇത് കേട്ട ശങ്കരൻ പറയുകയാണ്, അമ്മേ, എനിക്ക് ഒരു വരം മാത്രം മതി. അതായത് അമ്മയുടെ നാമങ്ങൾ ഉരുവിട്ട എന്റെ ഈ നാവ് കൊണ്ട് ഇനി എനിക്ക് ഒന്നും സംസാരിക്കുവാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് എന്റെ സംസാരശേഷി ദേവി തിരിച്ചെടുത്താലും. വളരെ വിചിത്രമായി ഈ ആവശ്യം കേട്ട് ദേവി ചോദിച്ചു, അതെന്തുകൊണ്ടാണ് അങ്ങനെ? അമ്മയുടെ നാമം, മഹത്വമുള്ള അമ്മയുടെ നാമം ഉരുവിട്ട ഈ നാവ് കൊണ്ട് എനിക്ക് ഇനി ഒന്നും ഉരുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് സന്തുഷ്ടവതിയായ ദേവി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ സംസാരശേഷി തിരിച്ചെടുക്കുകയും ചെയ്ത് അനുഗ്രഹിക്കുന്നു എന്നതാണ് വിശ്വാസം. നോക്കൂ, അദ്ദേഹത്തിന്റെ ആ പരമമായ നിഷ്കളങ്കമായ അചഞ്ചലമായ ഭക്തി, തന്റെ ഇഷ്ടമൂർത്തിയായ ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച് അങ്ങനെ അദ്ദേഹം രചിച്ച ആ കാവ്യമാണ് മൂക പഞ്ചശതി. അതായത് സൗന്ദര്യ ലഹരിയോളം കാവ്യഭംഗിയിൽ സൗന്ദര്യ ലഹരിയോളം അടുത്തു നിൽക്കുന്ന ഒരു കാവ്യം തന്നെയാണ് മൂക പഞ്ചശതി എന്നതിൽ യാതൊരു സംശയമില്ല. 5 അധ്യായങ്ങൾ, ഓരോ അധ്യായത്തിലും 100 ശ്ലോകങ്ങൾ വെച്ചതാണ് മൂക പഞ്ചശതി. കാമാക്ഷി ദേവിയെ ഭക്തരുടെ വിശ്വാസം എന്തെന്നാൽ ഈ മൂക പഞ്ചശതി പാരായണം ചെയ്യുമ്പോൾ
സംസാരശേഷി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം ഉള്ള കുട്ടികൾക്കും ഒക്കെ ദിവസേന പാരായണം ചെയ്താൽ ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുകയും ദേവി അനുഗ്രഹിക്കുകയും ചെയ്യും എന്നതാണ് ആ പ്രദേശത്തെ ഭക്തരുടെ എല്ലാം സങ്കല്പവും വിശ്വാസവും. പിന്നീട് ഈ മൂകനായ ശങ്കരൻ സന്യാസം സ്വീകരിക്കുകയും അദ്ദേഹം കാഞ്ചി മഠത്തിലെ 20ാമത്തെ ശങ്കരാചാര്യനായി വാഴുകയും ചെയ്തു. അദ്ദേഹം മൂകേന്ദ്ര സരസ്വതി എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുകയും ചെയ്തു. മൂക പഞ്ചശതിക്ക് ഈ 500 ശ്ലോകങ്ങളുള്ള ഈ മൂക പഞ്ചശതി പിന്നീട് മൂകസാരം എന്ന പേരിൽ അതിലെ 5 അധ്യായങ്ങളിലെ ഉന്നതമായ ശ്രേഷ്ഠമായ ശ്ലോകങ്ങൾ മാത്രം ഉൾപ്പെടുത്തി 31 ശ്ലോകങ്ങളുള്ള മൂകസാരം എന്ന പേരിൽ പിന്നീട് കാച്ചിക്കുറുക്കിയ ഒരു രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ഏതൊക്കെ അധ്യായങ്ങളാണെന്ന് അതിനു മുന്നേ പറയാം. ആദ്യത്തേത് ആര്യാശതകം, അതായത് അമ്മയെയും അമ്മയുടെ ക്ഷേത്രത്തെയും വർണ്ണിച്ചുകൊണ്ട് കവി പാടിയ 100 ശ്ലോകങ്ങളുള്ള ആദ്യത്തെ അധ്യായം ആര്യാശതകം. പിന്നീട് ദേവിയുടെ പാതാരവിന്ദങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള പാതാരവിന്ദ ശതകം, ദേവിയുടെ മന്ദസ്മിതത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള മന്ദസ്മിത ശതകം, ദേവിയുടെ കടാക്ഷം സഹസ്രാക്ഷ നയനിയായ അമ്മയുടെ കടാക്ഷത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള കടാക്ഷ ശതകം, പിന്നെ സ്തുതിശതകം, ദേവിയെ വർണ്ണിച്ചുകൊണ്ടുള്ള സ്തുതിശതകം. ഇതാണ് 5 ശതകങ്ങൾ മൂക പഞ്ചശതിയിലുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാമാക്ഷി ദേവിയും കാളിയും സരസ്വതിയും ദുർഗയും എല്ലാം അമ്മ തന്നെയാണ്. പലപ്പോഴും നമ്മളെല്ലാവരും അമ്മയുടെ ഒരു കടാക്ഷം, ഒരു കടക്കൻ കൊണ്ടുള്ള കടാക്ഷമെങ്കിലും കിട്ടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട്, എപ്പോഴും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഈ അങ്ങനെ എനിക്ക് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണവും പ്രിയപ്പെട്ടതും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കടാക്ഷ ശതകമാണ്. അതിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്ലോകം ഞാൻ ഇവിടെ വായിക്കാം. നീലോപി രാഗമധികം ജനയൻ അൻപുമുരാരെ ലോലോപി ഭക്തിമധികാം ദൃഢയൻ നരാണാം വക്രോപി ദേവി നമതാം സമതാം വിത്വനൻ കാമാക്ഷി നൃത്യതു മൈത്വത് പാങ്കപാത. അതായത് അമ്മയുടെ കടാക്ഷത്തെ പറ്റി വർണ്ണിക്കുകയാണ്. അമ്മയുടെ കടാക്ഷം നീലമാണ്, ലോലമാണ്, വക്രവുമാണ്. അതായത് അല്ലയോ കാമാക്ഷി ദേവി, നിന്റെ നീലക്കടക്കണ്ണുകൊണ്ടുള്ള കടാക്ഷം ഭഗവാൻ മഹാവിഷ്ണുവിൽ പോലും പ്രേമം ജനിപ്പിക്കുന്നു. നിന്റെ ലോലമായ ആ നോട്ടം മക്കളിലെ ഭക്തി ദൃഢമാക്കുന്നു. നിന്റെ വക്ര ദൃഷ്ടി കൊണ്ടുള്ള ആ നോട്ടം ഭക്തരുടെ ഹൃദയത്തിൽ സമഭാവന ഉണർത്തുന്നു. അല്ലയോ കാമാക്ഷി ദേവി, നിന്റെ നീലക്കടക്കണ്ണു കൊണ്ടുള്ള ആ നോട്ടം എന്നിലും പതിക്കണമേ. ആ നോട്ടം പതിച്ച് എന്റെ ഹൃദയം എന്നും നൃത്തമാടണമേ എന്നാണ് മൂകകവി ദേവിയോട് പ്രാർത്ഥിക്കുന്നത്. കരിമ്പ് കൊണ്ടുള്ള ബാണവും കരിമ്പുവില്ലും പുഷ്പബാണവും പാശവും അങ്കുശവും കൂടിയുള്ള 4 കൈകളുള്ള കാമാക്ഷി ദേവിയുടെ കടക്കൻ കടാക്ഷത്തിനായി നമുക്കും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. മൂകകവി പറഞ്ഞതുപോലെ ദേവിയുടെ കടാക്ഷം സിദ്ധിച്ച മൂകകവി ഇങ്ങനെ പറഞ്ഞല്ലോ, അമ്മയെ വർണ്ണിച്ച ആ നാവ് കൊണ്ട് എനിക്ക് ഇനി ഒന്നും വർണ്ണിക്കാൻ ആഗ്രഹമില്ല എന്നതുപോലെ നമുക്കും നമ്മുടെ അമ്മയോട് പ്രാർത്ഥിക്കാം. ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും അമ്മയെ ചിന്തിച്ചുകൊണ്ടാവട്ടെ. ഞാൻ വെക്കുന്ന ഓരോ ചുവടും അമ്മയുടെ അടുത്തെത്താൻ വേണ്ടിയാവട്ടെ. എൻ്റെ ഓരോ കർമ്മവും അമ്മയ്ക്കുള്ള പൂജയാവട്ടെ. ഞാൻ ഇരിക്കുന്നതും ഞാൻ കിടക്കുന്നതും പോലും അമ്മയ്ക്കുള്ള സാഷ്ടാംഗ പ്രണാമങ്ങളാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. മൂകനെ പോലെ നിഷ്കളങ്കമായ അചഞ്ചലമായ കരലേശമില്ലാത്ത ആ പ്രേമവും ഭക്തിയും വിശ്വാസവും നമുക്കും ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ നമ്മളിലും ഉണ്ടാവാൻ നമുക്ക് നമ്മുടെ കാമാക്ഷി ദേവിയായ അമ്മയോട് തന്നെ പ്രാർത്ഥിക്കാം. ആ ഭക്തിയും പ്രേമവും വിശ്വാസവും നമുക്ക് എല്ലാവർക്കും കൃപ കൊണ്ട് ചൊരിഞ്ഞു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരവിന്ദങ്ങളെ ഈ വാക്കോട് അർപ്പിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. Thank you, ma'am. Your enlightened words would always enshrine in our hearts. Now we have Anjali Sunil M from SC in Chennai English to continue with Navratri story series, talking about the lovely avatar of Goddess Durga, Ma Skandamata. Namaskar.
Am I audible? Yes, Anjali. Okay, thank you, Varsha. So, today I am here to say the story of Ma Skandamata. Okay, so Ma Skandamata, it is the fifth avatar of Durga and it is being worshipped in the fifth day of Navaratri. Skanda is the other name for Lord Kartigeya. So, we all know that he is Parvati's son and Lord Ganesha's brother. Mata means mother, and the Skandamata means mother of Skanda, or we can say it as Lord Kartigeya. As it clear from the name, she is the other form of Ma Parvati. In this form, Durga has four arms. So we can imagine that uh, Durga is having four arms. So she holds Kartikeya, that means Skanda in one hand, and that means she holds Skanda in one hand, and she holds a lotus in the second and third hand, and blesses her devotees with the fourth hand. So she rides a lion and sits on a lotus, due which we can call it as an Padmasana. So Kartigeya is also known as Lord Murugan. So we can call it as in three names. Like either we can call it as an Kartigeya, or we can call it as a Lord Murugan, or we can call it as an Skanda. So these are the three names which it is represented here. The birth of Kartigeya is a very interesting story. It is believed that God Skanda's birth has been mentioned in the Skanda Puran. Goddess Parvati and Lord Indra's energies came together in a divine from while they were meditating. When Lord Indra came to know about this, he told Lord Agni to steal the divine energy as it had been seen that the child which was born from these energies is slay the demon Taragasur. When goddess Parvati came to know about this, she cursed Lord Agni to be always born, not knowing that the difference between right and wrong. Also, anyone who he came into contact with would be burned. The devotee worships who worships Skandamata, they shine with divine splendor. Her worship is ultimately conducted to salvation. So she is regularly known as the goddess of fire. So thus, the devotee happens to enjoy the grace of Skandamata along with the grace of Lord Skanda. If a devotee worships her devoid of selfishness, the goddess Skandamata, like a true mother, we all know that she blesses them with power and prosperity. With this, I conclude my story section. Hope you all enjoyed it. Thank you. Thank you, Anjali, for enhancing us with this beautiful story of Devi. Next, I invite Meenakshi from S3 Intimacy Chemistry to share the story of Ma Katyayani. Namshivaya, am I audible? Yes, Meenakshi. Namshivaya, it's time for story revival, and today we'll be talking about the sixth form of Devi, or the sixth, or the goddess who took the form of of Katyayani. Once upon a time, there was a great sage called Katyayana, who was a great devotee of goddess Shakti and prayed for the goddess to be born as his daughter. He prayed day and night for the goddess to grant his wish and be born in his house. Meanwhile, there was a asura called Mahishasura who was born to Prince Rambha, and a princess who was cursed to be a water buffalo or Mahishi. Thus, the son of Mahishi, Mahishasura, was part asura, part buffalo. Mahishasura was getting more powerful day by day,
and was troubling the gods to no end. The gods were frustrated and decided to pray to goddess Shakti to deliver them free from the trouble of Mahishasura. Goddess Shakti decided that it was time to be born on earth and uh, Mahi- teach the Asura, Mahishasura, a lesson. Naturally, she chose the house of sage Kat- uh, Katyayana to be born as his daughter and grant his wish. Since she was born to Katyayana, the goddess came to be known as Katyayani. Katyayani grew up to be a very beautiful young woman. One day, two messengers of Mahishasura named Chanda and Munda spotted Katyayani. They thought the all powerful Mahishasura and the beautiful Katyayani would make a great pair. Mahishasura called another of his messenger by the name Dundubi, whose name means with a voice like a drum, and he sent him to Katyayani. Dundubi went to Katyayani and described how great Mahishasura was and how powerful he was and how he defeated the gods and how he was the ruler of all the three worlds and how Mahishasura and Katyayani would make a great married couple. Katyayani smiled and said, "Oh Dundubi, with a voice that resonates like a drum, you have described Mahishasura so well, and I agree we would make a great match. But before Mahishasura and I get married, as per the tradition of my family, he must defeat me in a battle. Only then can I marry him." Duntubi carried the news to Mahishasura, and preparations for the battle began immediately. An army of Asuras accompanied Mahishasura to the battleground, but Katyayani destroyed most of the demons with utmost ease, including Dundubi, except for a few like Chanda, Munda, and Raktavij. After killing other Asuras, Katyayani fought Mahishasura, who had transformed himself to a bull and was proving challenging to kill. So Katyayani got on top of Mahishasura, and Mahishasura couldn't shake the goddess off. Then Katyayani pressed him, uh, placed his foot on the throat of Mahishasura and pressed him to the ground and killed him with a trishul. That is how Katyayani brought peace to the gods by destroying Mahishasura. Katyayani represents divine knowledge and power, whereas the Asura Mahishasura represents ignorance. His army of Asuras stands for the friends of ignorance like greed, aggression, and laziness. When Katyayani slays Mahishasura, she reminds us that the quest for knowledge can overcome ignorance and his friends. It is to aspire to such powerful knowledge that the goddess is worshipped as Katyayani on the sixth day of Navaratri. Namashivaya. Thank you. Thank you, Meenakshi, for this delightful story. Moving on to our cultural events, we have Kartika Suresh of S3 Interme English to recite the classical Kirtanam. Let's lend our ears to this beautiful composition. Namashivaya. Am I audible? Yes, Kartika. Namashivaya. Today I am going to sing a classical song, Carnatic song of Ragam Renjini and Talam Adi Talam. Renjini Niranjini
രഞ്ജിനി നിരഞ്ജനി രഞ്ജിനി മൃദു പങ്കജലോചനി രഞ്ജനി 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 സരിഗ സ സരിഗ സ സരിഗ മദ സ സാ സനി ധ നീ നി ധ മഗ മഗ സ സരിഗ സ സരിഗ സ സരിഗ മദ സ സാ സനി ധ നീ നി ധ മഗ മഗ സ മഞ്ജുഭാഷിണി 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 മനോലാസിനി മഞ്ജുഭാഷിണി മനോലാസിനി മഞ്ജുഭാഷിണി മനോലാസിനി മന്ദ ആഗമനി ശ്രീരഞ്ജനി ശ്രീരഞ്ജനി മന്ദ ആഗമനി ശ്രീരഞ്ജനി ശ്രീരഞ്ജനി സനിധ മഗരി ഗമ നിധ മഗരി സരിഗ മഗരി സരിഗ സനിധ മഗരി ഗമ നിധ മഗരി സരിഗ മഗരി സരിഗ 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 മദ സാ സനിധ നീ നിധ മഗ മഗ സരിഗ 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 മദ സാ സനിധ നീ നിധ മഗ മഗ സരഞ്ജനി മൃദു പങ്കജലോചനി രഞ്ജനി മൃദു പങ്കജലോചനി രഞ്ജനി സമഗാന വിനോദിനി സമഗാന വിനോദിനി ശശാങ്കവദന മാരഗഗന മേഘ രഞ്ജനി മേഘ രഞ്ജനി അംബ സമഗാന വിനോദിനി ശശാങ്കവദന മാരഗഗന മേഘ രഞ്ജനി മേഘ രഞ്ജനി അംബ സമഗാന വിനോദിനി ശശാങ്കവദന മാരഗഗന മേഘ രഞ്ജനി മേഘ രഞ്ജനി നിസാണി നി സസരി രി മമ രി മാരി മമ നി രി ഗഗരി രി സസ നിസാണി നി സസരി രി മമ രി മാനി മമ ഗഗരി രി സദ സരി ധ മഗരി ഗമ നി ധ മഗരി സരി ഗ മഗരി സരി ഗ സ നി ധ മഗരി ഗമ നി ധ മഗരി സ മഗരി സരി ഗ സനി ഗ സരി ഗ സരി ഗ മദ സാ സനി ധ നീ നി ധ മഗ മഗ സരി ഗ സരി ഗ സരി ഗ മദ സാ സനി ധ നീ നി ധ മഗ മഗ സരഞ്ജനി മൃദു പങ്കജലോചനി രഞ്ജനി മൃദു പങ്കജലോചനി രഞ്ജനി മൃദു പങ്കജലോചനി രഞ്ജനി പാമര ജനപാലിനി
शूलिनी पामर जन पालिनी शूलिनी पाप विमोचनी पावनी पामर जन पालिनी शूलिनी पाप विमोचनी पावनी जय रंजनी जय रंजनी जय रंजनी जय रंजनी पापमरी गम पानी सदपा सदपा दपमरी पापमरी गम पानी सदपा सदपा दपमरी पापमरी गम पानी सदपा सदपा दपमरी नीसा निनी सजरी रि ममरी रि मम गगरि रि सिनि सजनी सानि नि ममरी रि मानी मम गगरि रि सनि सजरी मगरि गमानि ध मगरि सरि ग मगरि सरि ग सजनी ध मगरि गमानि ध मगरि सरि ग मगरि सरि ग सरि ग सरि ग सरि ग मद सा सनि ध नि ध मग मग सरि ग सरि ग सरि ग मद सा सनि ध नि ध मग मग सनि ध नि ध मग मग सनि ध नि ध मग मग सरिंजनी मृदु पंकजलोचने रंजनी मृदु पंकजलोचने रंजनी मृदु पंकजलोचने रंजनी मृदु पंकजलोचने रंजनी नमस्कार. Thank you, Kartika, for this wonderful recitation. And by now, we have come to the end of today's Navratri session. I express my gratitude to Ashwati ma'am for accompanying us and enlightening us. A big thanks to everyone for being here with us today on this special occasion, and also heartfelt thanks to organizers and students who worked hard to make this possible. Let us wind up the session by chanting the Shanti Mantra. लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः ॐ श्री गुरुभ्यो नमः हरि ओम्